മഹാരാഷ്ട്രയിലെ അസ്വാഭാവിക വർധനയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ തെരഞ്ഞെടുപ്പ് വിദഗ്ധനെതിരെ കേസ്. സഞ്ജയ് കുമാറിനെതിരെയാണ് മഹാരാഷ്ട്രയിൽ 2 ഇടത്ത് കേസെടുത്തത്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച് സഞ്ജയ് കുമാർ ക്ഷമ ചോദിച്ചിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇതിൽ ഏറ്റവും പ്രധാനം നാസിക് വെസ്റ്റ് ഹിംഗാന മണ്ഡലത്തിൽ വോട്ടർമാരുടെ എണ്ണം വലിയ തോതിൽ കൂടിയിരുന്നു. ഏതാണ്ട് 50% താഴെ വർധനയുണ്ടായിട്ടുണ്ട്, ചിലയിടങ്ങളിൽ കുറവും. ഇങ്ങനെ ചില കണക്കുകളൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് അതിൽ പിന്നീട് വലിയ വിവാദമാകുമ്പോൾ അത് പിൻവലിക്കുകയാണ്, ക്ഷമ ചോദിക്കുന്നത്. ഇപ്പോൾ കേസ് കൂടി എടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? അനുജ, രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചതിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിലെ തിരിമറിയായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വലിയ വർധനവ്, അസ്വാഭാവികമായ വർധനവ് ഉണ്ടായി എന്നതാണ്. ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ സഞ്ജയ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് നാസിക് വെസ്റ്റ് ഹിംഗാന മണ്ഡലത്തിൽ ഏതാണ്ട് 43 മുതൽ 47% വരെ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്നതാണ്. അത് അസ്വാഭാവികമാണ്. ചില മണ്ഡലങ്ങൾ, റാംടെക് അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ പ്രധാനപ്പെട്ട ഭാഗം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയായിരുന്നു ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യമായി ചർച്ച ചെയ്യപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിൻ്റെ പിന്തുണയുള്ള സൊസൈറ്റി സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിലെ പ്രൊഫസറാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിലെ പ്രൊഫസറായി പ്രവർത്തിക്കുന്ന ആളാണ് സഞ്ജയ് കുമാർ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് ആ തരത്തിൽ ആധികാരികതയുണ്ട് എന്ന രീതിയിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറ്റെടുക്കപ്പെട്ടത്. അത് വലിയ വിമർശനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി, വലിയ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിലുണ്ടായി. പിന്നാലെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചു. തനിക്ക് തെറ്റുപറ്റിയതാണ്, വിശകലനം നടത്തിയതിൽ ചില തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ക്ഷമ ചോദിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ 2 FIRകൾ മഹാരാഷ്ട്ര എടുക്കപ്പെട്ടിട്ടുണ്ട്. നാസിക്കിലും ഒപ്പം തന്നെ രാംടെക്കിലും അവിടെയുള്ള തഹസിൽദാർമാർ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സഞ്ജയ് കുമാറിനെതിരെ 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.